എടാ മഹാദേവ, എന്താടാ നിന്റെ വീടിന്റെ അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നടാ. ഒരു കിളവനും കിളവി കൂടെ 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 ഒരു കിളി പോലത്തെ ഒരു പെങ്കൊച്ചു. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, അവളുടെ മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. എനിക്കിനി മുഖം കാണുന്നില്ല. ഈ കണ്ടീഷനിൽ ഞാനും അപ്പുകുട്ടാ, ഞാൻ എഴുത്തുതരാം, നീ അതുകൊണ്ട് കൊടുക്ക്. അവളിങ്ങോട്ട് നോക്കുമ്പോ നിങ്ങൾ മൂന്നുപേരും താന്നോ കേട്ടോ, അവൾ എന്നെ മാത്രം. എന്തുവാടാ ഇവിടെ? നിങ്ങൾ നാലുപേരും കൂടെ ഇവിടെ എന്തോ ചെയ്യുവാ? യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് കയറും. ഞാൻ എപ്പോഴും പറഞ്ഞില്ല ചെയ്യണം. ആരാടാ അത്? ചേട്ടാ, നമ്മൾ ഇത്രയും നേരം നിന്നിട്ടും ഇവിടെ ഒരു പെണ്ണ് വന്നു ശ്രദ്ധിച്ചില്ലല്ലേ? കള്ളന്മാര് കാണോ? ഇവിടെ ആര് വരാൻ? 4 പെരുങ്കള്ളന്മാരല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? അമ്മ ഇവര് അത്രക്കാരല്ല. നിന്നെ ഉദ്ദേശിച്ചത്, എവരെയല്ല ഉദ്ദേശിച്ചത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാ അല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചേടാ, അവളെ നേരെ കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, ഞങ്ങൾ അവളെ ഇവിടുന്ന് കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അതെ അതെ, എനിക്കൊരു സ്ഥലം വരെ പോകണ്ട്. വാ, ഞങ്ങൾ ഇന്ന് റിലാക്സ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇവിടെ പോണോന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണോ? ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യാൻ പോകണം. ഇവിടെ തന്നെ കാണുമല്ലോ. കാണും. അമ്മയോട് പറഞ്ഞേക്കെ. അയ്യോ എന്റെ അമ്മേ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. എന്തുവായിരുന്നുടാ ഇവിടെ ലഹള? ലഹള അല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ മാതിരി ശബ്ദങ്ങൾ ഇവിടുന്ന് കേട്ടാ 4 എണ്ണത്തിനും ചവിട്ടി പുറത്താക്കും കേട്ടോ. ശല്യങ്ങള്. ഇവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി നിന്നിട്ട് അങ്ങേര് മടങ്ങി വന്നില്ലല്ലോ. ഇതാ കാര്യം. കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ